Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈഗോ ഉള്ള ഒരു പാർട്ട്ണറെ എങ്ങനെയാണ് നമുക്ക് വളരെ ഹെൽത്തി ആയി ഡീൽ ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഈഗോ പാർട്ട്ണറെ അല്ലെങ്കിൽ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഈഗോ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കും, ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം ഓവർ കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബിഹേവിയേഴ്സ്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വളരെ ഈഗോ ഉള്ള കൂട്ടത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരോട് ഫ്രാങ്ക് ആയിട്ട് പറയുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് അവരോടത് വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ അധികം റൂഡായിട്ട് പെരുമാറണം അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് അത് പ്രകടിപ്പിക്കണം എന്നല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് വളരെ സൗമ്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അവർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്നും എന്ത് പ്രവൃത്തിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അത് വളരെ ഈഗോപരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ എനിക്കത് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് അവരോട് തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഇങ്ങനെ വളരെ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം ലൈഫിൽ വരുന്ന സമയത്ത് അവരോടത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഈഗോ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറുമായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തന്നെ നോ പറയാൻ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ പോലും നോ പറയാതിരിക്കുക അല്ലെങ്കിൽ നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പ്രകടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അവരിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോ പറയണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നോ പറയാൻ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും ആ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വിചാരിക്കുക അല്ലെങ്കിൽ അവരെ ഇത് എങ്ങനെ എടുക്കും, പല പല രീതിയിലുള്ള തിങ്കിങ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കുക. പക്ഷേ നോ പറയേണ്ട സാഹചര്യങ്ങളിലും നോ പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഈഗോ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു പാർട്ട്ണറെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ പറയേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നോ പറയാൻ ശ്രമിച്ചു തുടങ്ങുക. മൂന്നാമത്തെ കാര്യം, വളരെ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരിൽ നിന്നും നമ്മളൊരു സോറി പറയുന്നതൊന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അതായത് അവർ നമ്മളോട് അപ്പോളജി ചെയ്യും അല്ലെങ്കിൽ നമ്മളോട് ക്ഷമ പറയും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യും, സോറി പറയും, ഇങ്ങനെയുള്ള കാര്യമേ അവരുടെ ഭാഗത്തുനിന്നും വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ തന്നെ വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അവർക്ക് തെറ്റ് പറ്റില്ല, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും, എപ്പോഴും ശരിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് പലപ്പോഴും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ സോറി പറയും, എല്ലാ സാഹചര്യങ്ങളിലും സോറി പറയും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഈഗോ ഉള്ള ഒരു ലൈഫ് പാർട്ട്ണറെ ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, അവരിൽ നിന്ന് നമ്മൾ സോറി പ്രതീക്ഷിക്കരുത് എന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും നമുക്ക് അവരുടെ പെർമിഷൻ സീക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ചില ആളുകൾ ഈഗോ ഉള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ചോദിച്ചേക്കാം അല്ലെങ്കിൽ പെർമിഷൻ ചോദിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അവസാനം അത് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാനായി തന്നെ മാറുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പെർമിഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടും പെർമിഷൻ ചോദിച്ചുകൊണ്ട് ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ
ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും പെർമിഷൻ സീക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരാളുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ഒരു പെർമിഷൻ ആരോടും എടുക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം. നെക്സ്റ്റ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് നല്ലൊരു ബിഹേവിയർ, അതായത് നല്ല ബിഹേവിയർ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈഗോ ഉള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ആ ഒരു ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ ആളുകളുടെ ലൈഫിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഈഗോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി എല്ലാ ആളുകളോടും ഒരുപോലെ ആയിരിക്കില്ല പെരുമാറുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷെ ആ വ്യക്തിയോടൊപ്പം ലൈഫ് ലീഡ് ചെയ്യുന്ന ലൈഫ് പാർട്ട്ണർക്കായിരിക്കും അതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളുണ്ടോ എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ എൻകറേജ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ പാർട്ട്ണറിൽ നിന്നും എന്തെങ്കിലും എപ്പോഴെങ്കിലും പ്രകടമായി കഴിഞ്ഞാൽ അത് എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് വീണ്ടും വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ആണ് ഈ ഒരു ലൈഫിന് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് പോസിറ്റീവായി കൊണ്ടുപോകുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകളും ഡിഫറെൻ്റ് ആണ്. ഒരു വ്യക്തി കുറച്ചധികം ഈഗോ ഉള്ള വ്യക്തിയാണ് എന്ന് കരുതി ആ ഒരു എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ വളരെ ഈഗോ ഉള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഇത് എങ്ങനെയാണ് ആപ്റ്റ് ആവുന്നത് എന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.